Dear friends, welcome to Come On Children. Today we are going to learn the third chapter in Unit 1, A Snake in the Grass. ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററായ എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആണ് ഇന്ന് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതിനു മുൻപുള്ള 2 ചാപ്റ്റേഴ്സിൻ്റെയും മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം വിശദീകരിച്ചിരുന്നു. നിങ്ങൾ എല്ലാവരും ആ ക്ലാസ്സുകൾ കണ്ടല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചാനലിൻ്റെ ഹോം പേജിൽ 7ാം ക്ലാസ്സിൻ്റെ 2 പ്ലേലിസ്റ്റുകളുണ്ട്. അവയിൽ ഇംഗ്ലീഷിൻ്റെയും ബേസിക് സയൻസിൻ്റെയും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാം. ഡിയർ ചിൽഡ്രൻ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് യൂണിറ്റ്? യെസ്, നേച്ചർസ് പ്ലെന്റി. As the name implies, the last 2 chapters were about nature, weren't they? നമ്മുടെ യൂണിറ്റിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ പഠിച്ച കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സും പ്രകൃതിയുടെ സമൃദ്ധിയെക്കുറിച്ചായിരുന്നു അല്ലേ? പ്രകൃതിയെക്കുറിച്ചായിരുന്നു. ദിസ് ചാപ്റ്റർ ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ സെയിം ടോപ്പിക്, ദ വണ്ടേഴ്സ് ഓഫ് നേച്ചർ. ഈ ചാപ്റ്ററും പ്രകൃതിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച്, അതിലെ ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. നല്ല രസകരമായൊരു കഥയാണ്. നമുക്ക് വായിച്ചു നോക്കാം. ലെറ്റ്സ് റീഡ്. നേച്ചർ abounds with plants, trees, birds, insects, animals, etc. Aren't the animals and birds also the inheritors of the earth, like us? Don't they have the right to live on this earth as we have? കഴിഞ്ഞ വർഷം നിങ്ങൾ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്ന ബഷീർ എഴുതിയ ഒരു കഥ പഠിച്ചിരുന്നല്ലോ അല്ലേ? എന്താണ് ഇൻഹെറിറ്റേഴ്സ് എന്ന് വെച്ചാൽ? അവകാശികൾ. നമ്മുടെ പ്രകൃതി, നമ്മുടെ ഭൂമി നിറയെ മരങ്ങളും ചെടികളും പൂക്കളും പക്ഷികളും പ്രാണികളും മൃഗങ്ങളും എല്ലാം നിറഞ്ഞതാണ് അല്ലേ? ഇവയ്ക്കെല്ലാം നമ്മളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? ഉണ്ടല്ലേ? ഇഫ് യു ഫൈൻഡ് എ സ്നേക്ക് ഇൻ യുവർ ഗാർഡൻ ഓർ പ്രിമിസസ്, വാട്ട് വിൽ യു ഡു? എന്നാൽ നമ്മുടെ മുറ്റത്തോ തോട്ടത്തിലോ ഒക്കെ ഒരു പാമ്പിനെ കണ്ടു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അത് പാവം പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുമോ? അതോ ആളുകളെ വിളിച്ചുകൂട്ടി അതിന് തല്ലിക്കൊല്ലുവോ? നമ്മുടെ ജീവന് തന്നെ അപകടമാവും എന്നുള്ളത് കൊണ്ട് അധികം ആളുകളും പാമ്പിനെ കണ്ടാൽ ഉടനെ കൊല്ലാറാണ് പതിവ് അല്ലേ? ഇവിടെ ഇതാ ഈ കഥയിൽ ഒരു വീട്ടില് തോട്ടത്തിൽ പാമ്പിനെ കാണുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ്. അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. See the first paragraph. I'll read it. Listen carefully. ഞാനിത് വായിക്കുമ്പോൾ നിങ്ങൾ വാക്കുകളുടെ ഉച്ചാരണമെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മീനിങ്സ് എല്ലാം എഴുതിയെടുത്ത് പഠിക്കുമല്ലോ. അപ്പോൾ നോക്കൂ. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. It was a sunny afternoon. The inmates of the bungalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound. It crossed my wheel." He pointed to its track under the gate and resumed his journey. Children, have you seen a bungalow? What is it? Yes, it is a large house with more than one story. ഒരു നിലയിലധികമുള്ള വലിയൊരു വീടിനെയാണ് ബംഗലോ എന്ന് പറയുന്നത്. അവിടെയാണ് കഥ നടക്കുന്നത്. നമുക്ക് വിശദമായി നോക്കാം. It was a sunny afternoon. The inmates of the bungalow were at their siesta. The time is afternoon and the sun is very bright. നല്ല തെളിഞ്ഞ ഒരു ദിവസമാണ്, ഉച്ച കഴിഞ്ഞ സമയം. The people who live in the bungalow were taking rest after their lunch. വീട്ടുകാരെല്ലാം ഭക്ഷണം കഴിഞ്ഞ് ഉച്ചമയക്കത്തിലാണ്. പെട്ടെന്ന് അവരൊരു ശബ്ദം കേട്ടു. എന്തായിരുന്നു അത്? Yes, a cyclist was ringing his bell frantically. He was ringing his bell in a hurried way, fearfully, and he shouted, "A big cobra has got into your compound. It crossed my wheel." വീട്ടുകാരെ, ഒരു വലിയ മൂർഖൻ പാമ്പ് നിങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കുന്നു. He pointed to its track under the gate and resumed his journey. ഗേറ്റിനടിയിലൂടെ പാമ്പ് കടന്നു പോയ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് അയാളുടെ യാത്ര തുടർന്നു. അവിടെ നിന്ന് പോയി. ആ വീട്ടുകാര് ഇത് കേട്ട് പേടിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? അവരെന്താണ് ചെയ്യുന്നത്? The family consisted of the mother and her 4 sons. ഒരു അമ്മയും അവരുടെ 4 ആൺമക്കളും ഉൾക്കൊള്ളുന്നതായിരുന്നു ആ കുടുംബം. ആ വീട്ടിൽ അത്രയും പേരാണ് ഉണ്ടായിരുന്നത്. They were greatly agitated to hear the news. ഈ വാർത്ത കേട്ട് അവരാകെ അസ്വസ്ഥരായി, പേടിച്ചു പോയി. ഇനി എന്തു ചെയ്യും? Soon they assembled at the gate. അവരെല്ലാവരും കൂടി ഗേറ്റിനടുത്ത് ഒത്തുകൂടി.
Their old servant Dasa was sleeping in the shed. They had an old servant. What was his name? Yes, Dasa. At that time, Dasa was sleeping in a shed nearby. അവർക്ക് പ്രായം ചെന്ന ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. ദാസ എന്നാണ് അയാളുടെ പേര്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ദാസ അടുത്തുള്ള ഒരു ഷെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. They shook him out of his sleep and told him about the arrival of the cobra. They ran to the shed and woke him up and told him about the terrible thing happened. വീട്ടുകാർ വേഗം ദാസയെ വിളിച്ചുണർത്തി. എന്നിട്ട് പാമ്പ് വന്ന ഈ ഭയങ്കരമായ കാര്യം ദാസയോട് പറഞ്ഞു. Hey Dasa, a cobra has entered our compound. Do something fast. ദാസ, നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു മൂർഖൻ പാമ്പ് കയറിയിരിക്കുന്നു. വേഗം പോയി അതിനെ കണ്ടുപിടിക്കുക, എന്തെങ്കിലും ചെയ്യേ എന്ന് അയാളോട് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. There isn't any cobra here, he replied and tried to dismiss the matter. What was Dasa's response then? Yes, he was so careless about what they told him. അവർ പറഞ്ഞതൊന്നും ദാസ വലിയ കാര്യമാക്കിയില്ല. ഏയ്, ഇവിടെ പാമ്പൊന്നും ഇല്ലാന്നേ. അയാള് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ വീട്ടുകാർക്ക് നല്ല പേടിയുണ്ടല്ലേ. They saw at him and wanted him to be serious. They tried him to be serious. They tried to convince him. അയാളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദാസ, be serious. We are not joking. There is snake in the compound. ഞങ്ങൾ തമാശ പറയല്ല, ശരിക്കും കോമ്പൗണ്ടിൽ പാമ്പ് കയറിയിട്ടുണ്ട്. അവരെ ആണയിട്ട് പറഞ്ഞു. The thing is somewhere here. അത് ഇവിടെ എവിടെയോ ഉണ്ട്. If it is not found before evening, we will dismiss you. വൈകുന്നേരത്തിന് മുമ്പ് പാമ്പിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പിരിച്ചുവിടും. You don't seem to care for the garden. കോമ്പൗണ്ടിൽ പാമ്പ് കയറിയതിന് അവർ ദാസയെ കുറ്റപ്പെടുത്തുകയാണ്. The snake entered the garden because of your carelessness. ദാസയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്, അയാൾ തോട്ടം നല്ലപോലെ വൃത്തിയായി സംരക്ഷിക്കാത്തത് കൊണ്ടാണ് പാമ്പ് ഉള്ളിലേക്ക് കയറിയത് എന്നാണ് വീട്ടുകാര് ദാസയോട് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. Some neighbors dropped in. They looked accusingly at Dasa. The news spreads. Some of the neighbors reached there. Everybody blamed Dasa. They thought that the snake entered the compound due to the mistake of Dasa. വാർത്ത കേട്ട് ആ വീട്ടിൽ എത്തിച്ചേർന്ന അയൽക്കാരൊക്കെ ദാസയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നോക്കി. എല്ലാവരും ഒരുപോലെ കരുതുന്നത് എന്താണ്? ദാസയുടെ നോട്ടക്കുറവ് കൊണ്ടാണ് പാമ്പ് കോമ്പൗണ്ടിൽ കയറിയത് എന്നാണ്. ദാസയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയാണ്, You have the laziest servant on earth, they said. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും മടിയനായ ഒരു ജോലിക്കാരനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. You ought to keep the surroundings tidy. പരിസരമൊക്കെ നീ വൃത്തിയായി സൂക്ഷിക്കണമായിരുന്നു. എന്താണ് അങ്ങനെ ചെയ്യാതിരുന്നത്? I have been asking for a grass cutter for months, Dasa said. എന്തായിരുന്നു ദാസയുടെ മറുപടി? പുല്ല് വെട്ടാനുള്ള ഒരു ഉപകരണം വാങ്ങിത്തരാൻ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. How can I cut grass without a grass cutter? അതില്ലാതെ ഞാൻ എങ്ങനെ പുല്ല് ചെത്തും? അതുകൊണ്ടല്ലേ പാമ്പ് കയറിയത്, അല്ലാതെ തൻ്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. ഇതാണ് ദാസ പറയുന്നത് അല്ലേ. In one voice they ordered him to manage with the available things and not to make demands. On hearing Dasa's words, they all became very angry. They told him that he had to do things himself instead of making demands. ദാസ പറഞ്ഞത് കേട്ട് അവർക്കൊക്കെ ദേഷ്യം വന്നു. ഇങ്ങനെ ഓരോ ആവശ്യങ്ങളുമായി വരാതെ കാര്യങ്ങളൊക്കെ സ്വയം മാനേജ് ചെയ്യണം. ഇവിടെ ലഭ്യമായ സാധനങ്ങൾ ഇവിടെ ഉള്ളതൊക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം സ്വയം ചെയ്തുകൂടെ എന്നാണ് അവർ ദാസയോട് ചോദിക്കുന്നത്. Meanwhile, more neighbors assembled. They began discussing snake menace and the dangers of snake bite. By then, more neighbors reached there. They began discussing the threat of snake and shared their experiences on it. അപ്പോഴേക്കും ആ വാർത്ത നാട്ടിലാകെ പരന്നു. അത് കേട്ട് കൂടുതൽ അയൽവാസികൾ അവിടെ എത്തിച്ചേർന്നു. അവരെല്ലാവരും കൂടി പാമ്പുകൾ ഉണ്ടാക്കുന്ന ഉപദ്രവത്തെക്കുറിച്ചും പാമ്പുകടിയുടെ അപകടത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. മെനസ് മീൻസ് ഡേഞ്ചർ, ത്രെറ്റ് ഓർ ഹാം. മെനസ് എന്ന വാക്കിന്റെ അർത്ഥം ഭീഷണി, അപകടം എന്നൊക്കെയാണ് കേട്ടോ. They began helping the neighbor in every possible way. അവിടെ കൂടിയിരുന്നവർ
അവർക്ക് കഴിയാവുന്ന വിധത്തിലൊക്കെ തങ്ങളുടെ അയൽക്കാരനെ സഹായിക്കാൻ ആരംഭിച്ചു. എന്തൊക്കെയാണ് അവർ ചെയ്തത്? They tucked up their dhotis, seized every available knife and crowbar and began to hack the garden. What is a crowbar? It is a heavy iron bar with a bend at the end using to lift heavy objects. ഒരറ്റത്ത് വളവോട് കൂടിയ ഒരു ഇരുമ്പ് പാരയാണ് ക്രൗബാർ. അത് ഭാരമുള്ള വസ്തുക്കൾ പൊക്കാനാണ് ഉപയോഗിക്കുന്നത്. അവിടെ കൂടിയിരുന്ന ആളുകള് മുണ്ടെല്ലാം മടക്കി കുത്തി കയ്യിൽ കെട്ടിയ കത്തി, ഇരുമ്പുപാര തുടങ്ങിയ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് ഗാർഡൻ വെട്ടിത്തെളിക്കാൻ ആരംഭിച്ചു. ക്രീപ്പേഴ്സ്, ബുഷസ് ആൻഡ് ലോൺസ് were laid low. തോട്ടത്തിലെ മനോഹരമായ വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും പുൽത്തകിടിയും എല്ലാം വെട്ടി നിരത്തി. What could not be trimmed was cut to the root. വെട്ടി ഒതുക്കാൻ കഴിയാത്തതെല്ലാം വേരോടുകൂടി വെട്ടി മുറിച്ചു മാറ്റി. The inner walls of the house brightened with unobstructed glare streaking in. Children, what happened when all the plants were cut off? Yes, the sunlight came in abundantly and the inner walls of the house brightened. വീടിന് ചുറ്റും കൂടി നിന്നിരുന്ന ചെടികളെല്ലാം വെട്ടിമാറ്റിയപ്പോൾ അവിടെ ആകെ വെളിച്ചമായി. ഇനി സൂര്യരശ്മികളെ മറച്ചു പിടിക്കാൻ ചെടികളൊന്നുമില്ല അല്ലേ? യാതൊരു തടസ്സവുമില്ലാതെ സൂര്യരശ്മികൾ യഥേഷ്ടം ഉള്ളിലേക്ക് കടന്നു വന്ന് വീടിനകമാകെ പ്രകാശപൂരിതമാക്കി, ആകെ വെളിച്ചമാക്കി. When there was nothing more to be done, Dasa asked triumphantly, "Where is the snake?" Children, could they find the snake? No. Even though they hacked the garden completely, they couldn't find the snake. Then Dasa became very happy. തോട്ടം മുഴുവൻ വെട്ടി നിരത്തിയിട്ടും അവർക്ക് പാമ്പിന്റെ പൊടി പോലും കണ്ടെത്താനായില്ല. അപ്പോൾ ദാസയ്ക്ക് നല്ല സന്തോഷായി. എന്താ കാരണം? അയാൾ ആദ്യമേ പറഞ്ഞതാണല്ലേ പാമ്പൊന്നും അവിടെ ഇല്ല എന്ന്. പക്ഷേ എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തി. He asked them triumphantly with great happiness, "What is the snake? Didn't I tell you there was no snake in the garden?" ദാസ വളരെ സന്തോഷത്തോടെ വിജയഭാവത്തിൽ അവരോട് ചോദിച്ചു, എവിടെ പാമ്പ്? എവിടെ? കാണിച്ചതാ. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ പാമ്പില്ലെന്ന്. ഇനി അവർ തെരച്ചിൽ മതിയാക്കുവോ? നമുക്ക് നോക്കാം. അടുത്ത പാരഗ്രാഫ് നോക്കിയേ. An old beggar cried for alms at the gate. They told her that they were busy with a snake hunt. Children, at that time someone reached there. Who was it? Yes, while their discussion was going on, an old beggar appeared at the gate. ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗേറ്റിനടുത്തേക്ക് ഒരു പ്രായമായ ഭിക്ഷക്കാരി വന്നു. They told her that they were busy with a snake hunt. ഞങ്ങൾ ഒരു പാമ്പിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ തിരക്കിലാണ് എന്ന് അവർ ഭിക്ഷക്കാരിയോട് പറഞ്ഞു. എന്തായിരുന്നു അത് കേട്ടപ്പോൾ അവരുടെ പ്രതികരണം? What was her response? She became very happy. On hearing it, the old woman became happy. എന്തുകൊണ്ടായിരിക്കും അവർക്ക് സന്തോഷം തോന്നിയത്? നമുക്ക് നോക്കാം അവരെന്താണ് പറയുന്നതെന്ന്. You are fortunate. Oh, you are so lucky. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. It is God himself who has come to visit you. Why did the old beggar say so? എന്തുകൊണ്ടാണ് ആ ഭിക്ഷക്കാരി അങ്ങനെ പറഞ്ഞത്? Because she believes that the snake is a god. It is God who came to visit them. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കാരണം ദൈവമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് ഭിക്ഷക്കാരി പറയുന്നത്. Don't kill the snake. അതുകൊണ്ട് പാമ്പിനെ കൊല്ലരുത്. Mother was in hearty agreement. ഭിക്ഷക്കാരി പറഞ്ഞതിനോട് ആ അമ്മയും യോജിച്ചു. You are right. അതെ, നീ പറഞ്ഞത് ശരിയാണ്, അമ്മ പറഞ്ഞു. I forgot all about the promised Abhishekam. This is the reminder. What is Abhishekam? It is an offering to God. ദൈവത്തിനുള്ള ഒരു വഴിപാടാണ് അഭിഷേകം. അമ്മ ദൈവത്തിന് ഒരു അഭിഷേകം നേർന്നിരുന്നു, ഒരു വഴിപാട് ചെയ്യാമെന്ന് കരുതിയിരുന്നു. പക്ഷേ അവരത് മറന്നുപോയി. ദിസ് ഈസ് ദ റിമൈൻഡർ. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാനത് ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് പാമ്പിന്റെ രൂപത്തിൽ ദൈവം വന്നത് എന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ ഹു പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാർമർ ആസ് ഷീ വെന്റ്. ആ ഭിക്ഷക്കാരി പോകുമ്പോൾ അമ്മ അവർക്കൊരു നാണയം കൊടുത്തു. താൻ ഒരു പാമ്പാട്ടിയെ അങ്ങോട്ട് പറഞ്ഞയക്കാമെന്ന് അവർ ഉറപ്പ് നൽകി. പാമ്പാട്ടിയുടെ കയ്യിൽ ഒരു കുഴലുണ്ടല്ലേ,
മകുടി എന്നാണ് അതിന് പറയുന്നത്. പാമ്പാട്ടി തന്റെ മകുടി ഊതി പാമ്പിനെ കളിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പാമ്പാട്ടി വന്ന് പാമ്പിനെ പിടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അടുത്ത പാരഗ്രാഫ് നോക്കൂ. Presently, an old man appeared at the gate and announced himself as the snake charmer. After a short time, an old man reached there. Standing at the gate, he announced that he was the snake charmer. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രായമായ മനുഷ്യൻ ഗേറ്റിനടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാനാണ് പാമ്പാട്ടി എന്ന്. I am the snake charmer. They gathered around him. He spoke to them of his life and activities and his power over snakes. On seeing him, everybody became happy. പാമ്പാട്ടിയെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. അവരെല്ലാവരും അയാളുടെ വിശേഷങ്ങൾ അറിയാനായി അയാൾക്ക് ചുറ്റും കൂടി. പാമ്പാട്ടി എന്തൊക്കെയാ അവരോട് പറയുന്നത്? അയാള് തൻ്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ പാമ്പുപിടുത്തത്തെക്കുറിച്ചും പാമ്പുകളെ മയക്കാനുള്ള അവയെ മെരുക്കാനുള്ള തൻ്റെ പ്രത്യേക കഴിവിനെക്കുറിച്ചുമൊക്കെ അവരോട് പറഞ്ഞു. They asked admiringly, "How do you catch them?" Thus he said, pouncing upon an imaginary snake on the ground. On hearing his speech, they felt respect for him. അയാളുടെ വീരവാദങ്ങൾ കേട്ട് ആ കൂടി നിന്നവർക്കൊക്കെ അയാളോട് വലിയ ആരാധന തോന്നി. How brave he is! എന്തൊരു ധൈര്യം! അവര് ആരാധനയോട് അയാളോട് ചോദിച്ചു, How do you catch them? അങ്ങ് എങ്ങനെയാണ് ഈ പാമ്പുകളെയൊക്കെ പിടിക്കുന്നത്? Thus he said, pouncing upon an imaginary snake on the ground. അവരുടെ ചോദ്യം കേട്ടതോടെ ഇങ്ങനെ എന്നും പറഞ്ഞ് മുന്നിലൊരു പാമ്പുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിന്റെ മുകളിലേക്ക് അയാൾ ചാടി വീണു. They pointed at the direction in which the cobra had gone and asked him to go ahead. പാമ്പ് പോയ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവര് പാമ്പാട്ടിയോട് വേഗം അതിനെ പിടിക്കാൻ പറഞ്ഞു. He looked helplessly and said, "If you show me the snake, I will catch it at once. Otherwise, what can I do? The moment you see it again, send for me. I live nearby." He gave his name and departed. പാമ്പാട്ടി പാമ്പിനെ പിടിച്ചോ? ഇല്ല. അയാൾ എന്തു പറഞ്ഞു? If you show me the snake, I will catch it at once. നിങ്ങൾ പാമ്പിനെ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ വേഗം തന്നെ അതിനെ പിടികൂടാം. Otherwise, what can I do? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? പാമ്പിനെ കാണാതെ എങ്ങനെയാ അതിനെ പിടിക്കുന്നത്? The moment you see it again, send for me. ഇനി നിങ്ങൾ അതിനെ കാണുമ്പോൾ എന്നെ വിളിച്ചോളൂ. I live nearby. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. He gave his name and departed. അവർക്ക് തൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് ആവശ്യമുള്ളപ്പോൾ വിളിക്കാൻ പറഞ്ഞ് പാമ്പാട്ടി യാത്രയായി. Let's read the next paragraph. At 5 in the evening, they threw away their sticks and implements and returned to the veranda to rest. വൈകുന്നേരം 5 മണിയായപ്പോഴേക്കും എല്ലാവരും പാമ്പിനെ തെരഞ്ഞ് തളർന്നു. പണിയായുധങ്ങളും വടികളും എല്ലാം അവിടെയിട്ട് വരാന്തയിലേക്ക് വിശ്രമിക്കാനായി പോയി. They had turned up every stone in the garden and cut down every grass blade and shrub, so that the tiniest insect coming into the garden should have no cover. അത്രയും സമയം അവരെന്താണ് ആ ഗാർഡനിൽ ചെയ്തത്? ഒരു ഈച്ചയ്ക്ക് പോലും വന്ന് ഒളിച്ചിരിക്കാൻ കഴിയാത്ത വിധം ഓരോ കല്ലുകളും എടുത്ത് മറിച്ചിട്ടു. ഓരോ പുൽനാമ്പുകളും കുറ്റിച്ചെടികളും അവർ മുറിച്ചു മാറ്റി. They were loudly discussing various measures they would take to protect themselves against the reptiles in future, when Dasa appeared before them carrying a water pot whose mouth was sealed with a slab of stone. കൂട്ടുകാരെ, എന്തൊക്കെയാണ് അവർ വരാന്തയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? They were discussing the protective measures they had to take against reptiles. ഇഴജന്തുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് അവരങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ദാസ അങ്ങോട്ട് വരുന്നത്. What was there in his hand? അയാളുടെ കയ്യിൽ എന്തായിരുന്നു? Very good, a water pot whose mouth was sealed with a slab of stone. What is a slab of stone? A piece of flat stone of little thickness. കനം കുറഞ്ഞ ഒരു കല്ലിന്റെ പാളിയാണല്ലേ. ഒരു കുടവും കയ്യിലേന്തിയാണ് ദാസ വന്നത്. ആ കുടത്തിന്റെ വായ ഒരു കൽപ്പാളി കൊണ്ട് മൂടി വെച്ചിരുന്നു. He put the pot down and said, "I have caught him in this." ആ കുടം താഴെ വെച്ച് ദാസ എന്താണ് പറയുന്നത്?
I have caught him. I have caught the snake. He is there in it. He is in the pot. ദാസ പാമ്പിനെ പിടിച്ചു അല്ലേ? ഇത്രയാളും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ദാസ ഒറ്റയ്ക്ക് ചെയ്തു. അയാൾ അതിനെ ആ കുടത്തിൽ മൂടി വെച്ചിരിക്കുകയാണ്. I saw him peeping out of it. ഈ കുടത്തിൽ നിന്ന് അത് പാമ്പ് എത്തി നോക്കുന്നത് ഞാൻ കണ്ടു. I saw him before he could see me. അവൻ എന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടു. He explained at length the strategy he had employed to catch and seal up the snake in the pot. Then Dasa began to explain them how did he catch and seal the snake in the pot. താൻ എത്ര തന്ത്രപരമായാണ് ആ പാമ്പിനെ പിടിച്ച് കുടത്തിലാക്കി അടച്ചത് എന്ന് ദാസ അവർക്ക് വിവരിച്ചു കൊടുത്തു. What did the people do then? They stood at a safe distance and gazed on the pot. ആളുകൾ അല്പം ദൂരേക്ക് മാറി നിന്ന് ആ കുടത്തെ തന്നെ ഉറ്റുനോക്കി. Dasa had the glow of a champion on his face. His face glowed with happiness. അയാളുടെ മുഖത്ത് ഒരു വിജയത്തിളക്കം കാണപ്പെട്ടു. Don't call me an idler hereafter. ഞാൻ പാമ്പിനെ പിടിച്ചത് കണ്ടില്ലേ, ഇനി മുതൽ എന്നെ ആരും മടിയനെന്ന് വിളിക്കരുത്. ദാസ അഭിമാനത്തോടെ പറയാണല്ലേ. Mother complimented him on his sharpness and wished she had placed some milk in the pot as a sort of religious duty. ദാസയുടെ കഴിവിനെ അമ്മ അഭിനന്ദിച്ചു. മാത്രമല്ല അവരുടെ മതപരമായ ഒരു കടമ എന്ന നിലയിൽ പാമ്പിന് അല്പം പാൽ കൂടി ആ കുടത്തിൽ വെച്ചു കൊടുക്കാനും അവരാഗ്രഹിച്ചു. He picked up the cord cautiously and walked off, saying that he would leave the pot and its contents with the snake charmer living nearby. ദാസ വളരെ ശ്രദ്ധയോടെ ആ കുടം എടുത്തിട്ട് ആ കുടവും അതിനുള്ളിലെ പാമ്പിനെയും സ്നേക് ചാമറിന് കൊടുത്തിട്ട് വരാം എന്നു പറഞ്ഞ് അവിടെ നിന്ന് പോയി. He became the hero of the day. ആ ദിവസത്തെ ഹീറോ ആയി ദാസ. They watched him with great admiration and decided to reward him adequately. ദാസ എല്ലാവരുടെയും മുന്നിൽ ഒരു വീരപുരുഷനായി മാറിയിരിക്കുന്നു അല്ലേ? അവർ അയാളെ വളരെ ആരാധനയോടുകൂടി നോക്കി. അയാൾക്ക് അനുയോജ്യമായ ഒരു സമ്മാനം, ഒരു പാരിതോഷികം നൽകാനും അവർ തീരുമാനിച്ചു. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. It was 5 minutes since Dasa had gone when the youngest son cried, "See there!" Out of a hole in the compound wall, a cobra emerged. Children, what is happening? Why did the youngest son cry? എന്തിനാണ് ഇളയ മകൻ കരഞ്ഞത്? Yes, he saw a cobra coming out of the hole in the compound wall. ദാസ പോയി കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ആ വീട്ടിലെ ഇളയ മകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "See there!" അതാ അവിടേക്ക് നോക്കൂ. എന്തായിരുന്നു അവരവിടെ കണ്ട കാഴ്ച? ചുറ്റുമതിലിലെ ഒരു ദ്വാരത്തിൽ നിന്നും ഒരു മടയിൽ നിന്നും ഒരു മൂർഖൻ പാമ്പ് പുറത്തേക്ക് വരുന്നു. It glided along towards the gate, paused for a moment to look at the gathering in the veranda with its hood half raised. ആ മൂർഖൻ പാമ്പ് ഗേറ്റിന് നേരെ ഇഴഞ്ഞു വന്നു. ഒരു നിമിഷം അവിടെ നിന്ന് അത് അതിന്റെ പത്തി ഉയർത്തി വരാന്തയിലിരിക്കുന്നവരെ നോക്കി. It crawled under the gate and disappeared along the drain. ഗേറ്റിനടിയിലൂടെ ഇഴഞ്ഞ് പുറത്തിറങ്ങി ഓവുചാലിലൂടെ എങ്ങോ മറഞ്ഞു. They were all shocked to see the snake. ആ പാമ്പിനെ കണ്ട് എല്ലാവരും ഞെട്ടി. When they recovered from the shock, they asked, "Does it mean there are 2 snakes here?" അമ്പരപ്പ് അല്പം മാറിയപ്പോ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു, "അപ്പോ ഇവിടെ 2 പാമ്പുണ്ടായിരുന്നോ? ദാസ ഇപ്പോ ഒരു പാമ്പിനെ കൊണ്ടുപോയതല്ലേ ഉള്ളൂ?" The college boy murmured, "I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained." എല്ലാവരും 2 പാമ്പുണ്ടോ എന്ന് സംശയിച്ചപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു കോളേജ് പയ്യന് കാര്യം മനസ്സിലായി. അവൻ മെല്ലെ പിറുപിറുത്തു, "ദാസയുടെ കയ്യിലുണ്ടായിരുന്ന ആ കുടം എനിക്ക് തട്ടി താഴെയിടാമായിരുന്നു. അപ്പോ അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞേനെ." കൂട്ടുകാരെ, ശരിക്കും അവിടെ 2 പാമ്പുണ്ടായിരുന്നോ? ഇല്ല, ദാസ വെറുതെ പറഞ്ഞതാണല്ലേ. വളരെ രസകരമായ ഈ കഥ എഴുതിയിരിക്കുന്നത് RK നാരായൺ ആണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആണ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യണം. കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.
Till then, goodbye.